Cause we want retribution. Oh yeah, we want retribution. Oh yeah, we want retribution. Oh yeah, we want retribution. Yeah, we ran out of patience. Boil up with the cold hard hatred. I can feel the vibration. Feet in the streets, it's a new sensation. I wanna break faces on the pavement. I wanna make greatness look complacent. Adrenaline awakened, I can taste it. We can make an impact, grab and then take it. ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡോഗ്സ് ഉള്ള ഒരു ഡോഗ് ബ്രീഡാണ് നമ്മുടെ റോഡ്വെയിലർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഈ വർഷം നടന്ന 100ഓളം ഡോഗ് ഷോകളിൽ നിരവധി ഡോഗ് ഷോകളിൽ പങ്കെടുത്ത് പോയിന്റ് പട്ടികയിൽ വിന്നിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ 1ാമതും 4ാമതും വന്ന 2 റോഡ്വെയിലേഴ്സ് ഉള്ള കെന്നലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വേറെ എവിടെയല്ല, നമ്മുടെ കേരളത്തിൽ ട്രിവാൻഡ്രത്താണ് ആ ഒരു കെന്നലുള്ളത്, FX റോഡ്സ്. ഇപ്പോൾ ആ ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആ 2 ഡോഗ്സുകളുടെ വിശേഷങ്ങൾ നമുക്ക് FX റോഡ്സിൻ്റെ മെയിൻ ഒരാളായിട്ടുള്ള അജിത്തേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഹായ് അജിത്തേട്ടാ, നമ്മുടെ റോഡ്വെയിലർ ഓഫ് ദി ഇയർ ആവുക എന്ന് പറയുന്നത് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതും ഒരു ഫീമെയിൽ ഡോഗാണ് ഇപ്രാവശ്യം അയക്കുന്നത്. അതിൽ എന്താണ് ഒരു പ്രത്യേകത? ഫീമെയിൽ ഡോഗുകൾ ആവാനായിട്ട് പാടാണോ, അല്ലെങ്കിൽ ഫീമെയിൽ ഡോഗുകൾ അങ്ങനെ ആവാറില്ല? എന്താണ് അതിൻ്റെ ഒരു ഫീമെയിൽ ആവുന്നത് കുറച്ച് കോംപ്ലിക്കേഷൻ കൂടുതലാണ്. കാരണം റോട്ടിൽ മെയിലുകളാണ് കാണാൻ ഭംഗി കൂടുതൽ. അതെ അതെ, മെയിൽ ടൈപ്പിൽ കുറച്ച് വലിപ്പവും കാണാൻ ഗാംഭീര്യവും എല്ലാം ഉണ്ടായിരിക്കും. ഒരുപാട് ഫാൻസും മെയിൽ ഡോഗുകൾ കാണും ഉണ്ടാവുന്നത്. അപ്പം ആ ഫീമെയിൽ അത്രയും പെർഫോം ചെയ്ത് അത്രയും കൺഫർമേഷനും അത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും മെയിൽ ഡോഗുകളെ ബീറ്റ് ചെയ്ത് നമ്പർ 1 ആവാൻ പറ്റുള്ളൂ. അത് ആ ഡോഗിൻ്റെ കഴിവ് തന്നെയാണ്. തീർച്ചയായിട്ടും ഡോഗിന്റെ മാത്രമല്ല, ട്രെയിൻ ചെയ്തതും ട്രെയിനിങ്ങിലും ഒക്കെ അതിനകത്ത് കാര്യങ്ങളുണ്ട്. ബട്ട് ഉറപ്പായിട്ടും ട്രെയിനിങ്ങിലും ഒരു കാര്യമുണ്ട്. അതെ, അതുപോലെ ഡോഗിന്റെ ടെമ്പർമെന്റും അതിന്റെ കൺഫർമേഷനൊക്കെ ഒരു വലിയ ഘടകം തന്നെയാണ്. ഉറപ്പായിട്ടും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ വിന്നിങ് വരാറുള്ളൂ. ഇത്രയും വിന്നിങ്സ് വരാറുള്ളൂ. ഇതൊരു വലിയ സംഭവമാണ്. കാര്യം ഒരു ഫീമെയിൽ റോഡ്വെയിലർ ഓഫ് ദി ഇയർ ആവുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ റെയറാണ്. ഇതേട്ടാ, നമ്മുടെ ഇന്ത്യയിലെ റോഡ്വെയിലേഴ്സിൽ ഇപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന റോഡ്വെയിലർ ഓഫ് ദി ഇയർ ആയ നമ്മുടെ ഫീമെയിൽ ഡോഗ് ഓംബ ഫ്ലാഷ് റോസ്, അത് ഇമ്പോർട്ടാണല്ലേ? ഇമ്പോർട്ടാണ്, കൊറേഷ്യൻ ഇമ്പോർട്ടാണ്. അത് ADRK ഷോയിലും നല്ല റാങ്കിങ് വന്നൊരു ഡോഗാണ്. അപ്പോൾ പുറത്തുമൊക്കെ ഷോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യമല്ല, നല്ല പേരുള്ള ഒരു ഡോഗാണ്. അവിടെ ഷോ ചെയ്തതിന് ശേഷമാണ് ഇന്ത്യയിലോട്ട് വന്നത്. ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ വർഷം ക്യാമ്പയിൻ ചെയ്തു. ആൾമോസ്റ്റ് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ അതിൻ്റെ വിന്നിങ് ഇന്ത്യയിലും കൊണ്ടുവരാൻ പറ്റി. തീർച്ചയായും ഫർദർ ബ്രീഡിങ്ങിനെ കുറിച്ചുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഒരു ബ്രീഡിങ്ങിൽ ഒരു മെയിനായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് നല്ലൊരു ഫീമെയിൽ സൈഡാണ്. എല്ലാവരും മെയിലിൻ്റെ പിറകെയാണ് പോകുന്നത്, മെയിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ബേസ്, എല്ലാ ബ്രീഡിങ്ങിൻ്റെയും ബേസ് ഫീമെയിലാണ്. ഫീമെയിലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് പപ്പിയിലുണ്ടാവുന്ന. അതൊരു വലിയ ഘടകമാണ്. അപ്പോൾ എത്ര വലിയ മെയിൽ അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയ്ക്ക് കൊണ്ടുവന്ന മെയിലിൽ അങ്ങനെയല്ല. അതല്ല, ഫീമെയിലിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ അതിൻ്റെ ഔട്ട്പുട്ട് അതിലായിരിക്കും കിട്ടുന്നത്. പിന്നെ ഉള്ളത് ഫിലിക്സ് ആണ്. ഫിലിക്സ് ഈ വർഷം 4ാം സ്ഥാനത്തായിരുന്നു. ഇനി ഷോകളിലൊക്കെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അതുപോലെ പുതിയ കുറച്ച് ഡോഗ്സ് വരുന്നുണ്ട്. നമുക്ക് ഈ വരുന്ന സീസൺ ഷോ ചെയ്യാൻ വേണ്ടി പുതിയ ഡോഗ്സ് വരുന്നുണ്ട്. അതിനെയും ട്രെയിൻ ചെയ്ത് ഈ വർഷം പ്രസൻറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം എനിക്ക് റോഡ്വെയിലർ ഡോഗ്സിനെയൊക്കെ ഇഷ്ടമാണ്. അതുപോലെ ഒരുപാട് പേർക്ക് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ഡോഗ് ബ്രീഡും കൂടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കെന്നലിൽ ഇപ്പം പപ്പീസ്, ഈ ഒരു വിന്നിങ്സിലുള്ള ഡോഗ്സിൻ്റെ പപ്പീസുകൾ അവൈലബിൾ ആണോ, അതോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ബ്രീഡിങ്ങിലോട്ട് തിരികെയാണ്? വിന്നിങ്സ് കിട്ടിയ ബോംബെ നമ്മൾ ഈ വർഷം ബ്രീഡ് ചെയ്യുന്നുണ്ട്. നല്ല കോമ്പിനേഷൻ പപ്പീസുകളെടുത്ത് ഓൺ ബ്രീഡിംഗ് ആയിട്ട് കാണിക്കുകയും പിന്നെ അത്യാവശ്യം നല്ല ഷോ ഹോംസിൽ പപ്പികളെ കൊടുക്കാൻ ഒരു പ്ലാനിങ് ഉണ്ട്. അതെ, ഇനി വരുന്ന ഫ്യൂച്ചർ പരിപാടികൾ അതൊക്കെയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു വിന്നിങ്സും ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റും ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു 6-7 മാസത്തോളം കാലം ട്രെയിനിങ്ങുകളും ട്രാവലിങ്ങുമായിട്ട് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ട് ഈ ഒരു 6-7 മാസം കൊണ്ട് റെസ്റ്റ് ഇല്ലാതെ ഫുള്ള് ഇന്ത്യ ഫുള്ള് കറങ്ങി, നോർത്തും സൗത്തും ഫുള്ള് കറങ്ങി ഷോ ചെയ്ത്. അതുകൊണ്ടാണ് ഈ ഒരു വിന്നിങ്സ് നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചേക്കുന്നത്. ഉറപ്പായിട്ട് ആ വിന്നിങ്സിന്റെ ഭാഗമായാൽ വളരെ സന്തോഷം. തീർച്ചയായും ജീവിതത്തിലൊരു
എല്ലാവരുടെയും ഡ്രീമാണ്, വലിയൊരു അച്ചീവ്മെന്റ് ആണ്. പിന്നെ എല്ലാ ബ്രീഡർമാരുടെയും ട്രെയിനർമാരുടെയും ഹാൻഡലറുടെയും ഒക്കെ ഡ്രീമാണ് നമ്മുടെ ഡോഗ് റോഡ് വീലർ ഓഫ് ദി ഇയർ ആകുക. നമ്മൾ വർക്ക് ചെയ്യുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഡോഗ് ബ്രീഡ് ഷോ ചെയ്ത് അതിൽ ബെസ്റ്റ് ആവുക എന്നുള്ളത് അത് ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ്. പിന്നെ അതൊരു വളരെ ദൈവത്തിനോടൊരു നന്ദി. ഫസ്റ്റ് ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് അത് ഞങ്ങളുടെയൊക്കെ ഒരു ഡ്രീമായിരുന്നു. ഞങ്ങളുടെ ടീം വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നതല്ല. അത് ഒരു ചെറിയ വാക്കി പറഞ്ഞ് ഒതുക്കാൻ പറ്റുന്നതല്ല, ഒരാളെ രണ്ടാളെ മാത്രം പറ്റത്തില്ല. ഒരു നല്ലൊരു ടീമായിരുന്നു. ഞാനും വിജാസും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിന്നു. അത് ഇന്ന ഒരാളെ മാത്രം നമുക്ക് പറയാനും പറ്റത്തില്ല, ആ രീതിയിൽ ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ടീം വർക്കും ഹാർഡ് വർക്കും ഒക്കെ ഉള്ളതിന്റെ ഫലമാണ് ഈ കാണുന്ന ഈ ട്രോഫികളും ഈ വിന്നിങ്സും ഈ അച്ചീവ്മെന്റും എല്ലാം. നമുക്ക് ഷോ ഗ്രൗണ്ടിൽ കാണാം, ഓൺ ബ്രീഡിങ് പപ്പീസിനെ കാണാം, പുതിയ ഡോഗ്സുകളെ കാണാം. ഒരുപാട് സന്തോഷം, വളരെ സന്തോഷം. വന്ന് കാര്യം ഒരുപാട് യൂട്യൂബേഴ്സ് ആൾക്കാരുണ്ട്, പക്ഷേ ഈ ബ്രീഡിനെ കുറിച്ച് അറിയാമെന്നുള്ളവർ അതിനെക്കുറിച്ച് ആധികാരികമായി ചോദിക്കുന്നവരും കുറവാണ്. അങ്ങനെയുള്ളവരുടെ നമുക്ക് സംസാരിക്കാനും അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനും ഒരു സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്, വളരെ സന്തോഷം. അപ്പോൾ ഇതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. Retribution. Oh yeah, we want retribution. Oh yeah, we want retribution.